ഞങ്ങളുടെ പരിപാടിയുടെ അവസാനം കയറ്റിയ പരിപാടി ഒന്ന് ജനങ്ങളുടെ പരിപാടി പ്രധാന പരിപാടി സമാപിച്ചിരിക്കുകയാണ്. ഇനി ഔപചാരികമായ പരിപാടികളിലേക്ക് തുടക്കം കുറിക്കുന്നു. നമ്മുടെ ജില്ലാ വടക്കാങ്ങര റിലീഫ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഒരു പ്രഥമ പരിപാടിയാണ്. നമ്മളുടെ അത്ര ഒരു ചരിത്ര സംഭവത്തിലാണ്, ഇന്നലെ മുഹൂർത്തത്തിലാണ് നമ്മളുള്ളത്. നമുക്ക് അറിയാവുന്നതുപോലെ നമ്മുടെ മഹല്ല് കമ്മിറ്റികൾ എന്നുള്ളത് പൊതുവെ മഹല്ല് കമ്മിറ്റികൾ ഉണ്ടാവുന്നത് നാട്ടിൽ നിന്നും വന്ന ദുരിതാശ്വാസ കത്തുകൾക്ക് ഒരു പരിഹാരം, അങ്ങനെയാണ് സാധാരണ ഒരുവിധം മഹല്ല് കമ്മിറ്റികളൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അഥവാ നാട്ടിൽ നിന്നും ജോലി വഴി ഗൾഫിലെത്തിയിട്ടുള്ള ഏതെങ്കിലും പ്രധാനപ്പെട്ട ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മുതലായ സാമ്പത്തിക സഹായം കൊടുക്കുമെന്ന് താല്പര്യമുള്ള കുറച്ച് ആളുകൾക്ക് നാട്ടിൽ നിന്നും സാധാരണയായിട്ട് പണ്ടൊക്കെ ഇടക്കിടക്ക് കത്തുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ കൊടുക്കുന്ന ആളുകൾക്ക് എന്നും കത്തുകൾ തന്നെ വരും. മറ്റുള്ള ആളുകൾ മുതലുള്ള ആരെയും ശരി അവരറിഞ്ഞിട്ടോ അറിയാതെയോ ഇങ്ങനെ ഇത്തരം പരിപാടികൾ പങ്കെടുക്കാത്ത ഒരവസ്ഥ പണ്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ മഹല്ല് കമ്മിറ്റികൾ സാധാരണയായിട്ട് ഉണ്ടാകാൻ തുടങ്ങിയത്. ഇങ്ങനെയുള്ള അവസരത്തിലാണ് നമ്മളെ തലത്തിരമുതലുള്ള വലിയ മഹല്ല് കമ്മിറ്റിയിൽ നിന്നും അവിടെ ഒരു വലിയ വടക്കാങ്ങര വെൽഫെയർ കമ്മിറ്റി എന്നുള്ളൊരു വിപുലമായ ഒരു കമ്മിറ്റി ഞാൻ അവിടെ വന്ന സമയത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ നമ്മളൊക്കെ കൊല്ലത്തിന് വലിയ പെരുന്നാളിന് അല്ലെങ്കിൽ ചെറിയ പെരുന്നാളിന് ഒരു ദിവസം അവർ യോഗം കൂടും. അന്നെല്ലാവരും ഒരു സെഞ്ചി വാങ്ങും, ഒരാൾ സെക്രട്ടറി വിളിച്ചു. ഇങ്ങനെ ഒരു സംവിധാനത്തിലായിരുന്നു ഞാൻ വന്ന കാലത്തൊക്കെ 89-കളിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ 92-ൽ ഒരു ദിവസം ആ കമ്മിറ്റിയിലുള്ള ഭാരവാഹി വിളിച്ചു പറഞ്ഞു, ഞങ്ങളുടെ അടുത്ത് 400 റിയാലുണ്ട്, പടക്കാരുടെ കൊണ്ടിലുള്ള 2 മഹല്ലിൽ ആരെങ്കിലും ഒരാൾ ആദ്യം കമ്മിറ്റി ഉണ്ടാക്കുന്ന ആൾക്ക് ഈ 400 റിയാൽ ഞങ്ങൾ തരും. ആ 400 റിയാൽ ആദ്യം കമ്മിറ്റി ഉണ്ടാക്കുന്നവർക്കുള്ളതാണ് എന്ന് പറഞ്ഞപ്പോൾ ഉടനെ കേട്ടി അതുപോലുള്ള അന്ന് വടക്കാങ്ങര സമത് കുഞ്ഞിത്തങ്ങള് മരക്കാരാതി എന്ന വ്യാജനാണ്. അങ്ങനെയുള്ള കുറെ ആളുകളൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് ഞാനൊരു കമ്മിറ്റി പെട്ടെന്ന് സംഘടിപ്പിക്കുകയും അങ്ങനെയാണ് ആ 400 റിയാൽ വാങ്ങിയിട്ടാണ് നമ്മളുടെ 92-ൽ ഈ കമ്മിറ്റി 92 ഏപ്രിലാണ് തോന്നുന്നത്, ഏതാണ്ട് 20 വർഷത്തോളമായി ഈ കമ്മിറ്റിയുടെ തുടക്കം അങ്ങനെയാണ്. അതിൽ നിന്നും ഉത്ഭവിച്ചുണ്ടായ അങ്ങനെ വളർന്നുണ്ടായ ഒരു കമ്മിറ്റിയാണ് ഇന്ന് ഇപ്പോൾ 20 വർഷത്തിന് ശേഷം ഇവിടെ എത്തിയിരിക്കുന്നത്. അന്ന് നമ്മളുടെ പ്രവർത്തനങ്ങൾ എന്ന് വെച്ചാൽ ജാതിമത സംഘടനാ പക്ഷപാതിത്വങ്ങളോ മഹല്ല് പക്ഷപാതിത്വങ്ങളോ ഇല്ലാതെ എവിടെ നിന്നാണോ നമ്മളെ ഏരിയയിൽ മഹല്ലിന്റെ ഏരിയയിൽ നിന്നും ആര് ധനസഹായം ആവശ്യപ്പെട്ടുകൊണ്ട് കത്തെഴുതിയാലും അവർക്ക് നമ്മളുടെ അന്നത്തെ കഴിവിനനുസരിച്ചുള്ള ഒരു സംഖ്യ അയച്ചു കൊടുക്കുന്ന ഒരു പരിപാടിയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അതുപോലെ നമ്മൾ നാട്ടിൽ നിന്നും ഇവിടെ എത്തുമ്പോൾ ആർക്കും കാര്യമായ ജോലിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ വരുന്ന ആളുകൾക്ക് ജോലി കണ്ടെത്തി കൊടുക്കുക, അതുപോലെ തന്നെ ഈ കാമ കൊടുക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് സാമ്പത്തിക ചെലവുണ്ടാകുമ്പോൾ അവരെ എന്തെങ്കിലും നമ്മുടെ കമ്മിറ്റിയുടെ അന്നത്തെ സാമ്പത്തിക അനുസരിച്ച് സഹായം കൊടുക്കുക, ഇങ്ങനെയുള്ള പ്രധാന പ്രവർത്തനങ്ങളായിരുന്നു. പിന്നെ നമ്മൾ സ്കോളർഷിപ്പ് കൊടുക്കാൻ തുടങ്ങി. SLC പാസ്സായ കുട്ടികൾക്ക് നമ്മുടെ മഹല്ലിൽ ഉന്നത മാർക്കുകൾ കിട്ടുന്ന കുട്ടികൾക്ക് 500 രൂപ, അന്നത്തെ 500 രൂപ വലുതായിരുന്നു, 500 രൂപ കൊടുക്കാൻ തുടങ്ങി. പിന്നെ എന്താണെന്ന് വെച്ചാൽ അത് നിർത്താൻ കാരണം സ്കോളർഷിപ്പ് വാങ്ങുന്ന അല്ലെങ്കിൽ ഉന്നത വിജയം നേടുന്നതൊക്കെ നാട്ടിലെ വലിയ വലിയ മുതലാളിമാരുടെ കുട്ടികളായപ്പോൾ അവർക്കൊന്നും ഇപ്പോൾ ഈ 500 രൂപ കൊടുത്തുകൊണ്ട് നമ്മൾ സഹായിക്കേണ്ട ഒരു ആവശ്യമില്ല എന്നത് വ്യക്തമെന്നുള്ളതാണ് നമ്മളിപ്പോൾ സ്കോളർഷിപ്പ് പരിപാടി ഇപ്പോൾ നടത്തുന്നില്ല. അതുപോലെ തന്നെ നമ്മളന്ന് നടത്തിയിട്ടുള്ള വേറൊരു പരിപാടിയായിരുന്നു സ്ത്രീധന വിവാഹങ്ങൾക്ക് പ്രോത്സാഹന സമ്മാനം നൽകുന്നത്. അതായത് നമ്മുടെ മഹല്ലിൽ നിന്നും ആരെങ്കിലും സ്ത്രീധനം വാങ്ങാതെ വിവാഹം കഴിക്കുകയാണെങ്കിൽ അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ മഹല്ലിലും അവർ ആവശ്യപ്പെടുക അപേക്ഷ നൽകുകയാണെങ്കിൽ നമ്മുടെ മഹല്ല് കമ്മിറ്റിയിൽ നിന്നും ഒരു 500 രൂപ അന്ന് ധനസഹായമായി ഒരു പ്രോത്സാഹന സമ്മാനം നൽകി നമ്മൾ അറിയിക്കുന്നു. ഇത് കൂടാതെ നമ്മൾ പെൻഷൻ ഏർപ്പെടുത്തിയിരുന്നു. അതായത് നാട്ടിലുള്ള മരുന്ന് കൊണ്ട് മാത്രം ജീവൻ നിലനിർത്തുന്ന കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ സാമ്പത്തികമായി വരുമാനമൊന്നും ഇല്ലാത്ത ആളുകൾ, സ്ഥിരമായി മരുന്ന് കുടിക്കേണ്ട ആളുകൾ, ഇവർക്ക്
നമ്മൾ പെൻഷൻ പദ്ധതി ഏർപ്പെടുത്തിയിരുന്നു. അതായത് സ്ഥിരമായി മരുന്ന് കൊടുക്കേണ്ട ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നമ്മൾ 5000 റുപ്യ ഒക്കെ ഒന്നായിട്ട് അയച്ചു കൊടുത്താൽ അത് അവര് മനുഷ്യനാണ് പൈസ കിട്ടുമ്പോൾ അതിനകത്ത് ചെലവാകുമെന്ന് കിട്ടിയിട്ട് അവർക്ക് അവരുടെ മരുന്നിന് ആവശ്യമായ സംഖ്യ 500 500 അങ്ങനെയുള്ള സംഖ്യകളായിട്ട് മാസം മാസം എത്തിച്ചു കൊടുക്കുന്ന ഒരു പെൻഷൻ പദ്ധതി നമ്മൾ നടന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ അങ്ങനെ അപേക്ഷ വരാത്തതുകൊണ്ട് ഇപ്പോൾ പെൻഷൻ പദ്ധതി നടത്തുന്നില്ല. ഇത്തരം പ്രവർത്തനങ്ങളാണ്. പിന്നെ തൊഴിലാളി ഇവിടെ നാട്ടിൽ നിന്നും ഇവിടെ എത്തുമ്പോൾ പെട്ടെന്ന് ജോലിയൊന്നും കിട്ടൂല, അങ്ങനെ ജോലിയില്ലാതെ 2-3 മാസമൊക്കെ റൂമുകളിൽ നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പൊ അത്തരം ആളുകൾക്ക് ജോലി കണ്ടെത്തി കൊടുക്കാൻ വേണ്ടിയുള്ള സഹായ സഹകരണങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്തിരുന്നു. ഇങ്ങനെയുള്ള പല പദ്ധതികളുമാണ് നമ്മൾ ഈ മഹല്ല് കമ്മിറ്റികൾ കൊണ്ട് നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത്. ഇന്നും നമ്മൾ 10-20 വർഷമാണെങ്കിലും ഇതിൽ നിന്നും കൂടുതലായിട്ട് നമ്മൾ കാര്യമായി ഒന്നും ഒരു പുരോഗമനമായ പ്രവർത്തനങ്ങളിൽ നമ്മൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ് വളരെ ഖേദകരമാകുന്നത്. നമ്മൾ പല യോഗങ്ങളിലും കഴിഞ്ഞ 2 വർഷക്കാലം ഇതിന്റെ പ്രശ്നക്കായ നിരക്ക് പല യോഗങ്ങളിലും ഞാൻ പരിശോധിച്ചിരുന്നു. ഇപ്പോൾ 2 ആഴ്ച മുമ്പ് റിയാദിലുള്ള നമ്മുടെ മഹല്ലുകളിൽ നമ്മുടെ ചെയ്തലി ഭയങ്കര വിളിച്ചിരുന്നു. പറഞ്ഞു നമ്മുടെ നാട്ടിൽ നമ്മൾ പോയാൽ എന്തെങ്കിലുമൊക്കെ അവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങിക്കൂടെ, നിങ്ങളെന്താ അവർക്കൊന്നും ചിന്തിക്കാത്തത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവരോട് പറഞ്ഞു ഈ വിഷയങ്ങൾ പലപ്പോഴും പല കമ്മിറ്റികളും ചർച്ച ചെയ്തിട്ടാണ്, പക്ഷെ നമ്മുടെ ആളുകൾ അതൊന്നും കൂടുതൽ താല്പര്യപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ശ്രമിക്കാമെന്ന് വാക്കുകൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് നമ്മുടെ ഈ പരിപാടികൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ ഇന്ന് ഈ പരിപാടി ഇങ്ങനെ വിപുലമായി നടത്താൻ ഉദ്ദേശിച്ചത് നമ്മൾ 10-20 കൊല്ലമായി ഇത്തരം ഒരു കൂട്ടായ്മ രൂപത്തിൽ നമ്മുടെ 70ഓളം ആളുകളൊക്കെ പ്രതീക്ഷിച്ചായിരുന്നു. ഇപ്പോൾ നമ്മൾ 9 പരിപാടി തുടങ്ങിയാൽ തന്നെ നമുക്ക് കൃത്യമായി വളരെ ഈ മദ്രസ വളരെ സൗകര്യപ്രദമായ നമുക്ക് ഈ സ്ഥലം വളരെ കഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് ഇത് കിട്ടിയത്. വളരെ പ്രയാസങ്ങൾ ഇതിന്റെ ഭാരവാഹികൾ അനുഭവിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ഒരുപാട് പരിപാടികൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അവരൊക്കെ വളരെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് തന്നത്. നമ്മൾ ഇപ്പോൾ ഇവിടുത്തെ ജില്ലയിലുള്ള അവസ്ഥ അനുസരിച്ച് സ്കൂളുകളൊന്നും അങ്ങനെ ഹാളുകൾ കൊടുക്കില്ല, പുറത്തുള്ള അതേമാതിരിയുള്ള ഷെഡുകൾ മാത്രമേ കൊടുക്കുള്ളൂ. അങ്ങനെ ഒരു ഷെഡ് കിട്ടിയിരുന്നു. അപ്പൊ അവിടെ ഈ സമയത്ത് ഭയങ്കര ചൂടായിരിക്കും കരുതി നമ്മൾ വളരെ പ്രയാസപ്പെട്ടുകൊടുക്കുമ്പോഴാണ് ഈ സൗകര്യം അവർക്ക് 3 മണി വരെ അനുഭവിച്ചത്. അപ്പൊ ഇന്നലെ തന്നെ അറിഞ്ഞത് ഇത് ഉച്ചത്തോടുകൂടി ഈ സ്ഥലം നമ്മൾ ഒഴിവാക്കി കൊടുക്കണമെന്ന് പറഞ്ഞത്. നമ്മൾ സാധാരണ 9 മണിക്ക് പരിപാടി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 10 സമയം ഒരുപാടായി. നമ്മുടെ കൃത്യസമയത്ത് തന്നെ നമ്മുടെ വലിയ പരിപാടികളൊക്കെ നടത്തിയാൽ തന്നെ നമുക്ക് പരിപാടികൾ ആ സമയത്ത് തന്നെ നടത്താൻ സാധിക്കാത്തൊരവസ്ഥയാണ്. നമ്മളൊരു കുറച്ചൊക്കെ ഗൗരവത്തിൽ ഇത്തരം വിഷയങ്ങളൊക്കെ എടുക്കേണ്ടതുണ്ട്. ഒരു മഹല്ല് കമ്മിറ്റി എന്നുള്ളത് ഉദ്ദേശിച്ചിട്ട് നമ്മുടെ നാടിന് വേണ്ടി, നാടിന്റെ പുരോഗതിക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. നമ്മുടെ ഈ യുവത്വം ഇതൊക്കെ അറിയാം, എല്ലാവരും യുവാക്കളാണ്. എന്തെങ്കിലും ഈ യുവത്വം ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ നാടിന് വേണ്ടി നമ്മൾ ജോലിയാണ്, നമുക്ക് യാത്രയൊക്കെ നല്ല ജോലിയുണ്ട്, ഒക്കെ ശരി തന്നെയാണെങ്കിലും നമുക്ക് നമ്മൾ തിരിച്ചു പോകാനാണെങ്കിൽ നമ്മുടെ നാട്ടിലേക്കാണ്. നമ്മൾ തിരിച്ചു പോകുമ്പോൾ നമ്മുടെ നാട്ടിൽ നമുക്കൊരു അവസ്ഥയില്ല, അല്ലെങ്കിൽ നമ്മുടെ മഹല്ലുകാരെ നമ്മൾ അറിയുന്നില്ല, അവർക്ക് നമ്മൾക്ക് പരിഗണന ഇല്ല എന്നുള്ള അവസ്ഥയിലേക്ക് മാറാതിരിക്കാൻ നമ്മളിവിടെ ജില്ലാ കമ്മിറ്റിയാണ്. ഇതിന് ശക്തമായ സ്വാധീനമൊക്കെ ഉണ്ടെങ്കിൽ ഈ കമ്മിറ്റിയുടെ മെമ്പർമാർക്ക് നമുക്കൊരു സൗകര്യമുള്ളത് ഇവിടെ നമ്മൾ വരിസംഖ്യ കൊടുക്കുന്ന ആളുകൾക്ക് നാട്ടിൽ വരിസംഖ്യ ഇല്ല. അത് നമുക്ക് വലിയൊരു അനുഗ്രഹമാണ്. നമ്മളിവിടെ മാസത്തിൽ 10 രൂപ കൊടുക്കുന്ന ഒരാൾ അല്ലെങ്കിൽ 10-25 വരെയൊക്കെ നമ്മൾ അത് വരിസംഖ്യ കൊടുക്കുന്നത്. ഈ കൊടുക്കുന്ന ആളുകൾക്ക് നാട്ടിൽ നമ്മൾ മെമ്പർഷിപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നമ്മളെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നമ്മുടെ നാടിന്റെ നമ്മുടെ മഹല്ലിന്റെ എന്തെങ്കിലും പുരോഗതി ആവശ്യപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഒരു സമ്മർദ്ദ ശക്തിയായിട്ട് നമുക്ക് ചെലുത്തണമെങ്കിൽ ഇവിടെയുള്ള കമ്മിറ്റി സ്ട്രോങ് ആണ്. എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ വാക്കിന് വിലണ്ടാവും. അപ്പൊ അതാണ് ഇത്തരം മഹല്ല് കമ്മിറ്റി കൊണ്ടൊക്കെ ഉദ്ദേശിച്ചത്. ഇത് വളരെയധികം ഒരു നിസ്സാര രൂപത്തിലൊന്നും എടുക്കാതെ 2-3 മാസം കൂടുമ്പോൾ ഒരു ദിവസം ഒരു 2 മണിക്കൂർ, അല്ലെങ്കിൽ ഇപ്പോ ഇനി ഒരു കമ്മിറ്റി 2 കൊല്ലത്തിനൊരിക്കലാണ് നമ്മൾ തെരഞ്ഞെടുപ്പ് നടത്താറുള്ളത്, ജനറൽ ബോഡി നടത്താറുള്ളത്. അപ്പോ ഈ 2 കൊല്ലത്തിലൊരു ദിവസം ഇതേമാതിരി ഒരു കൂടിച്ചേരലിനൊക്കെ കൂടുകയാണെങ്കിൽ ഇത് വളരെയധികം ഉപകാരപ്പെടും. നമുക്കൊക്കെ അറിയാം, സന്തോഷം, എല്ലാവരും പരസ്പരം പരിചയപ്പെടാനൊക്കെ സാധിച്ചു. പരസ്പരം അറിയുന്നവരാണെങ്കിലും ആരൊക്കെ എത്ര കുട്ടികളുണ്ട്, എവിടെയൊക്കെ ജോലി എന്തൊക്കെ അറിയാനൊക്കെ സാധിക്കില്ല. അങ്ങനെയുള്ള ഒരു ഗൗരവത്തിൽ ഇത് എടുക്കണമെന്നാണ് വിനീതമായി അപേക്ഷിക്കുക. എങ്കിൽ മാത്രമേ ഇതിന്റെയൊക്കെ ഈ ഉറപ്പ് വെച്ചതിന്റെയും ഇത്ര ത്യാഗം സഹിച്ചവരുടെ എത്തിയതിന്റെയും ഒക്കെ ഗുണം കിട്ടുകയുള്ളൂ. ഇനി ഇന്ന് ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്ന പരിപാടികൾ ഒന്ന് ജീവിത വീക്ഷണം എന്ന വിഷയത്തെ കുറിച്ച് സഹോദരൻ അബ്ദുൽ മജീദ് അദ്ദേഹം ആണ് ക്ലാസ് എടുക്കുന്നത്. അദ്ദേഹം തിരുവനന്തപുരത്തെ ബാലരാമപുരം സ്വദേശിയാണ്. മീഡിയ റൈറ്റ്സ് വാച്ച് എന്ന മുസ്ലിം മൈനോറിറ്റി മീഡിയ റൈറ്റ്സ് വാച്ച് സംഘടന നാട്ടിൽ പ്രവർത്തിക്കുന്ന
അതുപോലെ തന്നെ അതായത് മുസ്ലിം സമൂഹത്തിലുള്ള പീഡിതരായ അല്ലെങ്കിൽ നീതി നിഷേധിക്കപ്പെട്ട ആളുകളുടെ മോചനത്തിന് വേണ്ടിയിട്ടൊക്കെ നിൽക്കുന്ന, അതുപോലെ തന്നെ സ്ഫോടനങ്ങളുടെയും മറ്റും പേരുകളിൽ ജയിലിൽ കിടക്കുന്ന നിരപരാധികളായ ഒരുപാട് ആളുകൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ജയിലിൽ കിടക്കുന്നുണ്ട്. അങ്ങനെ അത്തരം മോചനത്തിന് അവരുടെ മോചനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന CRPP എന്ന സംഘടനയുടെ കോർഡിനേറ്ററാണ് അദ്ദേഹം നദിയാണ്. അദ്ദേഹമാണ് ഈ ഇവിടെ വിശുദ്ധ എത്തിയതാണ്. അപ്പോൾ ഈ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹത്തെ നമ്മൾ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. അദ്ദേഹമാണ് മുഖ്യ പ്രഭാഷണം നടത്തുന്നത്. കൂടാതെ വ്യക്തിത്വ വികസനം എന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് ക്ലാസ് എടുക്കുന്നത് നമ്മുടെ തന്നെ പടക്കാരെ ഷിഹാബുദ്ദീൻ പരിപാടി കൊണ്ട് നിങ്ങൾക്ക് പരിചയമുണ്ടാവും. പടക്കാരെ 30 വർഷ കാലം അധ്യാപനം നമ്മൾ മദ്രസ അധ്യാപകനായി താൽക്കാലികമായി ജോലി ചെയ്തിരുന്നു. അത് ഞാനിവിടെയാണ് ഏതൊക്കെ കൊല്ലം എനിക്കറിയാം. അപ്പോൾ അദ്ദേഹമാണ് വ്യക്തിത്വ വികസനം എന്ന വിഷയത്തെക്കുറിച്ച് ഇവിടെ ക്ലാസ് എടുക്കുന്നത്. പിന്നെ നമ്മൾ കഴിഞ്ഞ 2 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട്, അതിൻ്റെ ചർച്ച, അതുപോലെ സാമ്പത്തിക റിപ്പോർട്ട്, അതിൻ്റെ ചർച്ച അത് ആണ് എടുത്തത്. പിന്നെ നമുക്ക് ഈ നിലവിലുള്ള കമ്മിറ്റിയിൽ നിന്ന് ഉടച്ചു വാർത്തുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതുണ്ട്. 2 വർഷം കൂടുതലാകുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ എല്ലാവർക്കും സുഖമാണ്, അതിൻ്റെ തുടങ്ങിയാൽ മതി, പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഏത് പ്രവർത്തനങ്ങളും നമ്മുടെ മഹല്ലിലുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവരും പ്രവർത്തിച്ച് പരിചയപ്പെടണം. ഒരാൾ സ്ഥിരമായിട്ട് പ്രസിഡന്റ് ആകുക, ഒരാൾ സ്ഥിരമായിട്ട് സെക്രട്ടറി ആകുക, അല്ലെങ്കിൽ അത് ഓംശാലാണ് ഓംദർ നടത്തിക്കോട്ടെ, അങ്ങനെയുള്ളൊരു സംവിധാനം പാടില്ല എന്നതാണ്. കാരണം എല്ലാവരും പഠിക്കണം. സെക്രട്ടറി ആയിട്ട് പഠിക്കണം, പ്രസിഡന്റ് ആയിട്ട് പഠിക്കണം. അങ്ങനെ ഇവിടെ എന്താ നമ്മളെ കമ്മിറ്റിയിലെ ഇപ്പോൾ ചിലത് നന്നാവും, ചിലത് ദോഷമാവും. അത് നമ്മൾ ദോഷമാക്കി നമ്മൾ തിരിച്ചു കൊടുത്തുകൊണ്ട് അതിൻ്റെ ദുരിതം നമ്മൾ തന്നെയാണ്, ആർക്കും പുറത്തൊന്നും പറയാനില്ല. അപ്പോൾ എല്ലാ ആളുകളും എല്ലാത്തിനും തയ്യാറായി നിൽക്കണം, സാധിക്കുന്ന ആളുകൾ എന്നാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഓരോ ഏരിയക്കും നമ്മൾ ഈ ദുരിതാശ്വാസം കൊടുക്കുമ്പോൾ നമ്മളെ ഓരോ ഏരിയയിൽ മഹല്ലിലുള്ള ഓരോ ഏരിയയിലെയും ആളുകളെ നമ്മൾ നാട്ടിൽ തന്നെ ആളുകളെ ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു അപേക്ഷ കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാളെ കൊടുത്ത് അവരെ ഓതറൈസ് ചെയ്യണം. ഈ ഓതറൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ സ്വീകരിക്കുന്ന പരിപാടി എന്ന് വെച്ചാൽ കുട്ടിയക്കുളമ്പ്, അല്ലെങ്കിൽ വടക്കേക്കുളമ്പ്, പടിഞ്ഞാറേക്കുളമ്പ്, ഇങ്ങനെയുള്ള പുയാക്കുളമ്പ്, ഇങ്ങനെ ഏരിയകളിലൊക്കെ ഓരോ ഇൻചാർജുമാരെ ഏൽപ്പിച്ചിട്ടാണ്. ആ ഭാഗത്തു നിന്നും ഓരോ ഭാഗത്തു നിന്ന് വരുന്ന ഏരിയകളിൽ നിന്നും കത്തുകൾ അവരാണ് തീരുമാനം എടുപ്പിക്കേണ്ടത്. അത് അവർക്ക് അതിനെ പറ്റി അറിയുള്ളൂ. ഇപ്പോൾ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഒരാൾ അപേക്ഷ വെച്ചാൽ അത് സാഹിബിന് അത് അറിഞ്ഞോളുന്നില്ല, അതാണെന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട് ഇതിന്റെ സുതാര്യതയും അപേക്ഷ കൊടുക്കുന്ന ആളുകളുടെ യഥാർത്ഥത്തിൽ അർഹനാണെന്നും അർഹനാണെങ്കിൽ അയാൾക്ക് എത്രത്തോളം കൊടുക്കാൻ പറ്റുന്നു, നമ്മുടെ കമ്മിറ്റിയുടെ ഇതിൽ നിന്നും ആ പരിധിക്ക് വിട്ടുകൊടുക്കുന്ന സ്പെഷ്യൽ കലക്ഷൻ നടത്തിയത്, നമ്മൾ ഒരുപാട് സ്പെഷ്യൽ കലക്ഷൻ നടത്തിയതാണ്. അതൊക്കെ ചർച്ച ചെയ്യപ്പെടണമെങ്കിൽ ആ ഏരിയയിലുള്ള ആളുകൾ, അപ്പൊ അങ്ങനെയുള്ള ഒരു ഏരിയ ഇൻചാർജ് നമ്മൾ തിരഞ്ഞെടുക്കണം. ഇത് കൂടാതെ കുട്ടികളുടെ സമയത്തിനനുസരിച്ച് കുട്ടികളുടെ കുറെ പാട്ടവും പരിപാടികളൊക്കെ പഠിച്ചു വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവരുടെ കഴിവുകളൂടി ഉപയോഗപ്പെടുത്താനുള്ള ഒരു അവസരമാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ പരിപാടിയുടെ ലക്ഷ്യവും ഇന്നോടെ പരിപാടി നടത്താൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ എന്ന് വിശദീകരിക്കുന്നു. ഈ പരിപാടിയിൽ അപേക്ഷ വഹിക്കുന്നത് നമ്മുടെ കമ്മിറ്റിയുടെ രക്ഷാധികാരിയായ KT സാഹിബാണ്. അദ്ദേഹത്തെ പരിപാടി അധ്യക്ഷ ക്ഷണിച്ചുകൊണ്ട്